ഒരുപാട് പേരാണ് ഇപ്പോൾ സുരക്ഷയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനിയും ഒരുപാട് പേരെ മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ട് എന്നാണ് സർക്കാർ നൽകുന്ന വിശദീകരണം. ഹലോ, ഞങ്ങള് ക്യാമ്പിലാടാ. ഇല്ല, ഞാനും മണ്ടും ക്യാമ്പിലുണ്ട്. അമ്മേനെയും മക്കളെയും പെങ്ങളുടെ വീട്ടിലാക്കി. പിന്നെ അവിടെ നിന്ന് ഓരോരുത്തരെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വഞ്ചി വന്ന് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇല്ല, ഇവിടെ കുഴപ്പമില്ല, എല്ലാ സൗകര്യവും ഉണ്ട്. അത് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞ് ഇവിടുന്ന് പോകുള്ളൂ. കഴിഞ്ഞ ഓണത്തിന് ഇവിടുന്ന് സദ്യയൊക്കെ ഉണ്ടാ പോയത്. ഇപ്പൊ നേരത്തെ വന്നോണ്ട് ഇപ്പൊ ഇത്തവണ എങ്ങനെ ആവുന്നാവോ? എന്തേലും ഉണ്ടേ വിളിക്കാം. കൊടുക്കണ, മണ്ടുവിന് കൊടുക്കണ വേണ്ടേ? ഹലോ, പിന്നെ ഇരുന്നോ ഇരുന്നോ ഇരിക്കാനാ? ഇനി ഇങ്ങനെ എനിക്ക് കിടക്കണം. എന്റെ പൊന്നു വന്നപ്പോ തന്നെ കഴിപ്പാണല്ലോ. കിടന്നു അത് വിരിക്കവിടാ. വിരിക്കാനാ? വീട്ടിൽ കൊണ്ടുപോകാനുള്ളതാണ്. വീട്ടിൽ കൊണ്ടുപോകാൻ വേറെ തരും. ഇത് സിമന്റ് തന്നെയാണ്. അപ്പൊ അതും കൊണ്ടുപോയിക്കോളാം. അതും കൊണ്ടുപോയിക്കോളാം. വിരിച്ച് കിടക്ക് വല്ലോം വന്നിട്ട് വേണം. ഒന്നാമത്തെ ഡേറ്റ് ആയ കേസുകളാണ് മറിച്ച്. അത് കേടുവരുത്തരുതാ. ഇത് വെറുതെ കിട്ടിയാലേ, ഇവിടെ തന്നല്ലേ. കിടക്കട്ടെ. പെരക്കാത്തൊക്കെ വെള്ളം കയറിയാ? പെരക്കാത്തൊക്കെ വെള്ളം കയറിയാന്ന്? വെള്ളമൊന്നും കയറിയിട്ടില്ല. അത് ശരി. അപ്പൊ പിന്നെ എന്തിനാ ഇവിടെ വന്നത്? ആനുകൂല്യം മേടിച്ചെടുക്കല്ല. ചേട്ടാ, ഈ കണ്ട ആളുകളൊക്കെ എല്ലാം നഷ്ടപ്പെട്ടിട്ടാണ് വന്ന് ഇവിടെ കിടക്കണത്. അതിനെന്താണ്? നിങ്ങൾക്ക് ഈ ആനുകൂല്യം മേടിക്കാൻ ഇവിടെ വന്നത് കഷ്ടമുണ്ടട്ടാ. അത് മരുമോള് പറഞ്ഞു ഇവിടെ വന്ന് കിടന്നോന്ന്. അത് ശരി. മരുമോള് പറഞ്ഞു വിട്ടതാണ്. അപ്പൊ ഈ ബാഗ് എന്തിനാണ്? ഈ ബാഗ് എന്തെങ്കിലും കിട്ടിയാണെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോകാനല്ല. ചെരുപ്പാറിയിൽ എടുത്തോണ്ട് പോവോ? ഇല്ല അല്ലേ? ഇതൊക്കെ തന്നെയാണ് വെള്ളം അണ്ണാക്കിലോട്ട് കയറണത്. ഇത് വൈഫാണ്. ആളുണ്ടായിന് കിടന്നോ? അതെ, ആള് പിടിപ്പല്ലോ. വൈഫാണല്ലേ? വൈഫാണ്. എന്നാ മാറ്റണ? അല്ല, വേണ്ട. എന്നാ കിടക്ക്. അവിടെ പോയിരുന്നോളൂ കേട്ടോ. വരി, അടുത്തോളം വരി. എന്താ പേരെന്താ? മാത്യു. ഏതാ പാട്? ശരി, ഇതാ അങ്ങോട്ട് ചെല്ലി കേട്ടോ. എല്ലാരും ഉണ്ടോ അവിടെ? രാഘവേട്ടാ, ഒരു ഒറ്റ മിനിറ്റ്. അതെ, ചായയും ഇതൊക്കെ എല്ലാവർക്കും തികഞ്ഞിക്കണം. എല്ലാവർക്കും കൂടുതൽ ചായയും വെള്ളം എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടി. നമ്മളെ സദാനന്ദന്റെ പീടിയെന്ന് കുറച്ച് നേന്ത്രപ്പഴം തരാറിരിക്കണം. ഒരു 4 നമ്മളെ കൊല ഇവിടുത്തെ സാധാരണ അത് വീട്ട് മേടിച്ചോണ്ടോളി. രാത്രി കുട്ടികൾക്ക് കൊടുക്കാം. വേഗം വരണേ. വേണ്ട. പേരെന്താണ്? വർഗീസ്. വയസ്സ് എത്രയാണ്? 73. ശരി, അവിടെ വരും. നെക്സ്റ്റ് വെരി. എന്താ ഇങ്ങനെ ഒരു കോലത്തില്? ഒന്നും പറയാണ്ടൊക്കെ സാറേ. വെള്ളമല്ലേ, സർവത്ര വെള്ളമല്ലേ. ഒന്ന് പറയണ്ട. വെള്ളം കയറിച്ച ചേതിക്കെല്ലാം നല്ല വെള്ളം ഉണ്ടായിനി. അപ്പൊ ഞാൻ അത്ര വിചാരിച്ചിട്ടൊന്നുമില്ല ഇങ്ങനെ കേറുന്നു. അപ്പം വൈകുന്നേരം ആകുമ്പോൾ ആൾക്കാർ പറയുന്നത് അവരവരെ വീട്ടിൽ നിന്ന് കീഞ്ഞു പോകണം, അവരവരെ വീട്ടിൽ നിന്ന് കീഞ്ഞു പോകണം, അവരവരെ വീട്ടിൽ നിന്ന് കീഞ്ഞു പോകണം. ഞാൻ വാടക കേൾക്കുന്നവൻ പോകേണ്ട ആവശ്യമില്ല. അവരവരെ വീട്ടിൽ നിന്ന് കീഞ്ഞു പോണ്ട്. ഞാൻ അവിടെ തന്നെ കിടന്നു. ഏശം കഴിച്ചിട്ടുണ്ടായി. പിന്നെ മഴ വെള്ളം കാണുമ്പോൾ കഴിക്കണം എനിക്ക്. അപ്പൊ എന്ന് വെച്ചാല് ഏശം ഏത് രാത്രിയല്ല നല്ല മൂക്കറ്റം കുടിച്ച എന്റെ കഴുത്തറ്റം വെള്ളം നിൽക്കുന്നു. അപ്പൊ എന്ന് വെച്ചാൽ രക്ഷിക്കാൻ ആരുമില്ല. ആരല്ലോ വന്നിട്ട് പിള്ളമാർ അപ്പുറത്തെ ചെക്കന്മാരെ കൊണ്ടുപോയിട്ട് ഈ ക്യാമ്പിൽ കിടത്തി. വരുമ്പോ കുപ്പായി എല്ലാം നനഞ്ഞ് ചാണ്ടായി പോയില്ലേ, എന്തെങ്കിലും ഇടാൻ വേണ്ടേ. അവസാനം ആടുന്ന് എന്തല്ലോ അപ്പൊ പിടിയും വരും. പെട്ടെന്ന് കിട്ടിയത് ജസ്റ്റ് മിസ്സായി പോയി. അതിൻ്റെ ആയിട്ട് വേറെ സാധനം ആരോ കൊണ്ടുപോയി. സാധനം കിട്ടിയത് അല്ല, ഒരു കണക്ക് നന്നായി. ഒരു ചൊറയുണ്ടാ ഉള്ളെന്താ കൂടണ ഒറ്റ സാധനം കൊണ്ടിട്ടാ മതി. അല്ലപ്പോ മോനും ഇങ്ങോട്ട് മാത്രമേ ഉള്ളൂ? എന്റെ മോന്റെ കാര്യം അതൊന്നും പറയാണ്ടിരിക്കുന്നല്ലേ. കഴിഞ്ഞ പ്രളയത്തിൽ നഷ്ടായി, ഇക്കൊല്ലം ലാഭം കിട്ടി. മോനെയോ? മോനെ കിട്ടി. അങ്ങനെ കിട്ടിയല്ല, കഴിഞ്ഞ പ്രളയത്തിൽ എന്റെ ഭാര്യനും ചെക്കനെയും രക്ഷിക്കാൻ വേണ്ടി ആരോ വന്ന് ചങ്ങായി. ഓന്റെ ഒപ്പം 2 ആളും പോയി.
അല്ല ഈ പ്രളയത്തിന് കിട്ടി ചെക്കനിട്ട് പെങ്ങി എന്റെ അടുത്തേക്ക് വരുന്നത്. ഇപ്പൊ അപ്പുറത്ത് പിടിച്ചോണ്ടെന്ന്. അല്ല എന്നിട്ട് ഭാര്യനെ കണ്ടില്ല? ഭാര്യയുടെ ഇടങ്ങ് ഉണ്ടാവണല്ലോ, കാരണം മൊത്തം പ്രളയാന്നല്ലോ. ഈടെ ഇടങ്ങ് ഉണ്ടാവും. ശാന്തമേനെ വിളിച്ച മോനെ, ശാന്തമേനെ വിളിച്ച ഏടെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിവരം പറയണം. ഇവിടെ രജിസ്ട്രേഷൻ വന്നാൽ ഞാൻ അറിയിക്കാം. നിങ്ങൾ എങ്ങനെ ഇറക്കി, ഞാൻ മൂലക്ക് ഉണ്ടാവും, എവിടെ ഉണ്ടാവും. വരും, ഓള് വരും. പേര് ഉണ്ണി. വാടേതാ? വാട 4. അങ്ങോട്ട് പോയിരിക്കും. മോൻ അവിടെ പഴമൊക്കെ ഉണ്ട്, പഴം ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ടാക്കി എടുത്ത് കൊടുക്കും കേട്ടോ. വേറെ എന്തെങ്കിലും സാധനം വരും, പായപ്പ കൊണ്ടുവരും, പായ തരും. അവിടെ പോയിരുന്നോളി. നമസ്കാരം. ഒരു ഗ്ലാസ് ചായ കുടിച്ചു. ചായ നടക്ക ഇവിടെ നിന്ന് ചായ മതി കഴിച്ചോ. ഇവിടെ തന്നപ്പോഴൊക്കെ ഞാൻ നേരത്തെ തന്നില്ലേ? അല്ല ഞാനേ എന്തൊക്കെയാ പ്രശ്നമുള്ളത്? ഇതപ്പൊ കുറെ മുറുക്കും ബിസ്ക്കറ്റും ബ്രെഡൊക്കെ ഉണ്ട്. നമ്മുടെ സ്വനത്തിന്റെ സ്വനം കലാവേദിയും പിന്നെ ആക്സിന്റെ പ്രവർത്തകരൊക്കെ വന്നിട്ടുണ്ട്. ഒരു വണ്ടിയിൽ സാധനങ്ങളുണ്ട്. അപ്പൊ ഇവിടെ അപ്പുറത്തെ അറ്റത്തേക്ക് എപ്പോഴും കിട്ടില്ല, ഒക്കെ ഇവിടെ വിതരണം ചെയ്തവർ പോലെ. അപ്പൊ അവർക്ക് കൊടുക്കാച്ചിട്ടാ. ആയിക്കോട്ടെ, എന്തായാലും നിങ്ങൾ ഓടി അയക്കണ്ടല്ലോ. വലിയ ഹലോ. ഇപ്പൊ ഈ സാധനങ്ങൾ നമുക്ക് തന്നത് നമ്മളെ വടക്കാഞ്ചേരി ആക്സിന്റെ പ്രവർത്തകരാ. എല്ലാവരും ഒരാളും മോശമല്ല പ്രവർത്തനങ്ങൾക്ക്. അത്ര ആൾക്കാർ നമ്മളെ സഹായിക്കുന്നുണ്ട്. പടച്ച റബ്ബ് അവർക്കൊക്കെ നല്ലത് വരുത്തട്ടെ. ഒന്നും പറയണ്ടല്ലോ പൊന്നാര മക്കളെ. ഞാൻ എന്റെ മോൻ ഗൾഫിലായിരുന്നു. ഞാൻ പറഞ്ഞു തറവാട്ടിൽ വീട് വെച്ചാൽ നിറാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തീരെ പറ്റണില്ല. അവിടെ വേണ്ട, പുഴയുടെ തീരത്ത് വേണം, പുഴയുടെ കാറ്റൊക്കെ കൊണ്ട് പുഴയുടെ തീരത്ത് വീട് വെക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി പെര വെച്ച് കേൾക്കണം. അവിടെ പെര വെച്ചതാ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിനൊക്കെ പാടെ പുഴയുടെ കാറ്റല്ല, പുഴ അടക്കം പെരയുടെ ഉള്ളിൽ കൂടെ പോയായിരുന്നു. നീ ഇങ്ങനെ വെള്ളം കയറിനോർത്ത് വേണ്ടെന്ന് പറഞ്ഞ ഒരു കുന്നിന്റെ മുകളിൽ പോയി പെര വെച്ച്. എന്നാ ഇവിടെ നല്ല സൈറ്റാണ്, ഇവിടെ വെക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതൊക്കെ പുഴ ഇടിഞ്ഞു പൊളിഞ്ഞ് പോയേൽക്കും വന്ന് ഒരാൾക്ക് പറഞ്ഞിരുന്നത് നമ്മളോട്, ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടില്ലേ, പുഴയെന്ന് മണൽ കോരരുത്, പുഴയെന്ന് മണൽ കോരരുത്, ഭയങ്കര അപകടമാണ്, പുഴയെന്ന് മണൽ കോരരുത്, എല്ലാവരും ഇനി പാറപ്പൊടി ഉപയോഗിച്ചോളി എന്ന് പറഞ്ഞ് കോറിക്കാർക്ക് കായ് ഉണ്ടാക്കാനേ എന്തിനാവട്ടെ. അതൊക്കെ പാടം ഉണ്ടായിരുന്ന കുന്നുമത്തെ പാറൊക്കെ പൊടിച്ച് വീടൊക്കെ ഉണ്ടാക്കി. ഇപ്പൊ ആ കുന്നും മലൊക്കെ പാടം ഒളിച്ചിറങ്ങി പുഴയിൽക്കും വന്ന് ഇപ്പൊ പറയുന്നത് ആ പുഴയെന്ന് മണൽ കോര, ആളല്ല മണൽ കോര. എന്താ ഈ ജാതി സാധനങ്ങളൊക്കെ ചെയ്യാൻ വേണം? എന്തെന്നാ പറയാ? മറ്റേ മീനുകൾ വന്നിട്ടുണ്ടോ? എന്താ പേരെന്താ? എന്നെ മനസ്സിലായില്ലേ? ഞാൻ പാർട്ടി ABCD പാർട്ടിയുടെ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതാവ് മന്മഥൻ. എത്ര വയസ്സ്? എത്രയാ വയസ്സ്? 48. ഏതാ വാർഡ് പേരുന്നു? വാർഡ് 12. അടുത്തുള്ള പേരെന്താ? അടുത്തുള്ള പേര് പൊടിമോൾ. മോളോ? എവിടെ മോളെ കാണില്ലല്ലോ. ഞാനാണ്. ഇതാ പൊടിമോള്. നിങ്ങളെ പേരാ? അച്ഛൻ ഇവിടെ സ്നേഹത്തോടെ വിളിച്ചിരുന്നത് പൊടിമോളെന്നാ, പിന്നെ ആ പേര് തന്നെ ഇട്ടു. അങ്ങനെ പറ്റിയ പേരാ. പൊടിമോൾക്ക് എത്രയാ പ്രായം? 40. പിന്നെ കഴിക്കാൻ ഭക്ഷണമൊക്കെ ഇവിടെ ഭക്ഷണമൊക്കെ ഇവിടെ തന്നെ കിട്ടും. ഇവിടാണോ? ഇവിടെ തന്നെ കിട്ടും. രാത്രി കഴിക്കാൻ ഓട്സിന്റെ പുട്ട് കിട്ടൂലേ? ഓട്സിന്റെ? ചേട്ടൻ അതേ കഴിക്കാൻ പറ്റുള്ളൂ, ഡോക്ടർ പറഞ്ഞു. അതെ, ഓട്സ് പുട്ട് ഷുഗർ ഉണ്ടേ. ഓട്സിന്റെ ഒന്നും ഇവിടെ കിട്ടൂല കേട്ടോ. കിട്ടൂലേ? ഇവിടെ ക്യാമ്പിൽ ഒരു ഭക്ഷണമുള്ളൂ, അത് കഴിക്കാന്നല്ലാണ്ട്. ചിലപ്പോ ഗോതമ്പിന്റെ പുട്ട് കിട്ടും, അത് കിട്ടിയാ കിട്ടി. ഓരോന്ന് ശീലിച്ചു പോയി. ചേട്ടാ, ഈ കുറച്ചുകൂടെ കൾച്ചറുള്ളവർ താമസിക്കുന്ന ഒരു ക്യാമ്പ്. കൾച്ചറോ? എന്താ ഉദ്ദേശിച്ചത്? അല്ല, ഈ കുറച്ചുകൂടെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊക്കെ ഉള്ള ഏതെങ്കിലും ഒരു ക്യാമ്പ് ഉണ്ടോ? അല്ല, നിങ്ങൾ ഇവിടെ സെമിനാറിന് വന്നാ? ഇത് ദുരിതാശ്വാസ ക്യാമ്പാ. അത് കൊണ്ട് ചോദിച്ചല്ല. അതെ, നിങ്ങൾക്ക് ഇവിടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെ വേറൊരു ക്യാമ്പ് ഉണ്ട്, അവിടെ പോയിക്കോട്ടെ. അതെവിടെയാണെന്ന് ഞങ്ങൾ അങ്ങോട്ട് പോകും. അത് ഇവിടുന്ന് ഒരു 13 കിലോമീറ്റർ പോകേണ്ടി വരും. 13 കിലോമീറ്റർ പോകണം. വെള്ളം താണ്ടി പോകണം, അതാണ്. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയിക്കോളി. വീട്ടില് മണ്ണ് 2 പൊക്കത്തിൽ മണ്ണ് മൂടി റൂമിലെല്ലാം വെള്ളം കയറിയിട്ട് പറ്റില്ല, അവിടെ പറ്റില്ല. പിന്നെ ഇവിടെ നിവൃത്തിയുള്ളൂ അല്ലേ? ഇവിടെയൊക്കെ മനുഷ്യന്മാരാണ്. ഒതുങ്ങിയ ഏരിയ സ്പേസ് ഒന്നും ഇല്ല അല്ലേ? അകത്തേക്കൊന്ന് പോയി നോക്കി, അകത്ത് കുറച്ച് തിരക്ക് കുറവുണ്ട്. എങ്ങനെയെങ്കിലും ഓട്സ് പുട്ടൊന്ന് ഒപ്പിച്ച് തന്ന നോക്കാം.
നിനക്കൊന്നും അറിഞ്ഞൂടല്ലടാ. എന്താടാ മന്മത രാവിലെ അയൽവക്കക്കാർക്ക് താമസിക്കണ്ടേ ഇത്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ മീൻ തിന്നിട്ട് എന്തിനാ ഇവിടെ മുള്ളിട്ട? എടാ ഞാൻ എന്തിനാണ് അവിടെ മുള്ളിയിരുന്നത്? ഇവിടെ ആവശ്യത്തിന് ബാത്റൂം ഇല്ലേ? എടാ വായി നോക്കി അതല്ല, നീ മീൻ തിന്നാ മീനിന്റെ മുള്ള അവിടെ എവിടെയെങ്കിലും കളയണം, അല്ലെങ്കിൽ മുള്ളില്ലാത്ത മീൻ വാങ്ങിക്കണം. മീനും കഴിച്ചിട്ട് മുള്ള എന്റെ പറമ്പിലിട്ട എന്തിനാ? മണ്ടു മീമുള്ള ഇവിടെ ഒന്ന് പുളിഞ്ചാറ് കൂട്ടിയിട്ട് മാസം 3 ആയി. കാക്കനോട് പോയി ചോദിക്കടാ. എന്നിട്ട് വേണം ഇനി നിനക്ക് മീൻ തരണം. മമ്മദ് കാക്കന്റെ വായിരിക്കണം കൂടെ ഞാൻ കേൾക്കാൻ. എടാ ആ കാക്കയല്ലടാ, കാക്ക പറവാ. അവിടെ കൊക്കുമുട്ടിയുടെ തലയിട്ടോണ്ട് ഒരു നിപ്പുണ്ടല്ലോ, അവളോട് ഒന്ന് സമാധാനം പറയാൻ പറ. അയ്യോ ഒന്ന് കാണട്ടെ, വൃത്തിയും തന്നെയുള്ളതിനെ ഒന്ന് കാണട്ടെ. ഞാൻ എത്തിയേ. നിനക്ക് അസൂയാണ്, അസൂയ. എവിടെ ഇത്തിരി ഒരുങ്ങി കെട്ടി നടക്കണോ നിനക്ക് അസൂയാണ്. മുഖത്ത് കുറെ വാരി തേച്ചതേ കൂളിംഗ് ഗ്ലാസ് തലയിൽ വെച്ചിട്ട് ഇറങ്ങിയേക്കണം. Such uncultured, uneducated, stupid fellow you. ഇംഗ്ലീഷ് പറയണ്ടേ? അവൾ ഇനി ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി പറയൂടി. നീ പറയൂടി, നിനക്ക് എന്ത് വിദ്യാഭ്യാസം ഉണ്ടടി എന്റെ അടുത്ത് സംസാരിക്കാൻ? എടാ മന്മത, നീ 1 ഏക്കർ മുഴുവൻ മതില് കെട്ടിയിട്ടെ അവിടെ പെയ്യണ പെയ്ത്ത് വെള്ളം മുഴുവൻ എന്റെ പുരയിടത്തിലേക്കല്ലടാ ഒഴുക്കണത്. പിന്നെ ആരുടെ പുരയിടാ? നിന്റെ പുരയിടാവണത്. നിനക്കറിയാമോ ഈ പുരയിടം നിനക്ക് എങ്ങനെ വന്നെന്ന്? എടി എന്റെ പാവം പപ്പ ഇവന്റെ അഴുക്ക പേട്ട് തന്ത സ്വാപ്പിട്ട് കള്ളം കൊടുത്തിട്ട് ഇവ എഴുതി മേടിച്ചത്. നീയും നിന്റെ അപ്പനും കൂടെ തിന്ന് നെയ്മുറ്റി അതിന്റെ അകത്തിരിക്കുമ്പേ എന്റെ ഡാഡിയാടെ ഈ കാലൊക്കെ വെട്ടിത്തിളച്ച് പറമ്പാക്കിയ കുടിയടപ്പല്ലടാ, നിന്റെ ഡാഡി ഇവിടെ പണി ചെയ്തെങ്കിൽ അതിന്റെ കാശും കൊടുത്തിട്ടുണ്ട്. നീ ഒന്ന് പോടാ പ്രാന്താ, പൊരിച്ചാക്കിനെ വിളിച്ചോണ്ട് അകത്ത് സംസാരിച്ചില്ല. ഒരു മീന്റെ മുള്ള്, അതാണ് ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം. ഒരു ഇത്തിരി അഴുക്ക് ഞാൻ എന്റെ വീട്ടിലേക്ക് വരണ്ട, അതാണ് എന്റെ പ്രശ്നം. അതേ ഒരു മഴവെള്ളപ്പാച്ചലിൽ അങ്ങോട്ട് ഒലിച്ചു പോകാനുള്ള നമ്മുടെ ജീവിതം ഒന്ന് മനസ്സിലാക്കിയവരല്ല നിങ്ങളിപ്പോ. എന്തിനാ മനുഷ്യന്മാരെ നിങ്ങൾ ഇങ്ങനെ എത്ര അടുത്തടുത്ത് ഇരുന്നിട്ട് ശ്വാസം മുട്ടണത്? നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ നാട്ടിലെ സ്ഥിതിയൊക്കെ? ആ ഇടയിലിരിക്കണ ബക്കറ്റ് ഉണ്ടല്ലോ, ഇതൊന്നങ്ങോട്ട് മാറ്റി വെക്ക്, മാറ്റി വെക്ക്. അന്റെ ആ പച്ചക്കുടം ഇങ്ങോട്ട് നീക്കി വെക്ക്. അതാരാണ്? അന്നങ്ങടെ തന്നെ നീക്കി വെച്ചോളാം. നിങ്ങൾ രണ്ടാളൊന്ന് കഴിച്ചോർത്തെ, ഒന്ന് കാണട്ടെ. അല്ല നിങ്ങൾക്ക് കാലാകാലം ഒരു മഴവെള്ളം ഉപദ്രവിക്കില്ല, ഇവിടെ തന്നെ കഴിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ വേണ്ടാത്ത. അതല്ല ഏത് നിമിഷവും തീരാവുന്നുള്ളൂ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കയ്യോർത്താളി. ആ അങ്ങനെ കോളത്തറോ എത്ര ഉള്ളോ സംഗതി കേട്ടോ. ഇങ്ങനെയുള്ള ഓരോ നിമിഷം സന്തോഷത്തിൽ ജീവിക്ക്. എന്തിനാ നമ്മൾ തമ്മിൽ ഇങ്ങനെ പിണങ്ങി കഴിഞ്ഞിട്ട്? എല്ലാരും നോക്കണം, കണക്കേട്. എന്ത് ആളുകൾ നോക്കിക്കോട്ടെ, അങ്ങോട്ട് നോക്കാതിരുന്നാ പോരെ. ആ എങ്ങട് പോണ്? ഇതാ വരണ എങ്ങട്. ആരാ? നമ്മുടെ വില്ലേജ് ഓഫീസറേ. പ്രളയത്തിന് എന്ത് വില്ലേജ് ഓഫീസർ? ഇതൊന്നും പറയാൻ പറ്റിയുള്ള സന്ദർഭമല്ലാതെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. നമുക്ക് വല്ല ഹോട്ടലിൽ റൂം എടുത്താൽ പോരെ? ആകെ പ്രളയത്തിൽ മൂടി നിൽക്കുന്ന സമയത്ത് എന്ത് ഹോട്ടൽ റൂം? എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ചുരുണ്ട് കൂടി കിടക്കുന്നില്ല. നമസ്കാരം. അതെ, സാറിന്റെ വീടും വെള്ളത്തിലായി. എല്ലായിടത്തും വെള്ളമാണ് സാറേ. നോക്കിങ്ങനെ നിൽക്കുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ കയറി വരിക. ഏകദേശം കഴുത്ത് വരെയൊക്കെ എത്തി. ആരെങ്കിലും രക്ഷിക്കാൻ വരുന്നു വിചാരിച്ചു, ഒരാളും വന്നില്ല. എങ്ങനെയും കൂടെ പോകുന്നത് ഇപ്പോ? എന്താ ഒരു ചെരുവൊക്കെ പടത്ത് കൗത്തിട്ടിട്ട് അതിന്റെ മുകളിലൊക്കെ എങ്ങനെ പിടിച്ചു കയറിയിട്ട് എങ്ങനെ പോകുന്നു. ഫയലൊക്കെ ബക്കറ്റില്. ഇതിപ്പോ എന്താ വെച്ചാൽ കുറച്ച് വിലപിടിപ്പുള്ള ഫയലാ, അപ്പൊ അത് നോക്കി തീർന്നിട്ടില്ല. അപ്പൊ അത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് നോക്കാലോ? അതെ, ഇനിയിപ്പോ ഇവിടുന്ന് നോക്കാം. അപ്പൊ അങ്ങനെ എടുത്തോണ്ട് പോകാം. ഇസ്തിരി ഇടാൻ പറ്റുമോ? ഇസ്തിരിട്ടിട്ട് എങ്ങോട്ട് പോകാൻ? ഇസ്തിരി ഇട്ടിട്ട് ചീത്ത പറയാൻ നിൽക്കുള്ളൂ. ഇനിയിപ്പോ നാളെ ഇസ്തിരിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇവിടെ അല്ലേ. പിന്നെ ചോദിക്കുന്നോടൊന്നും തോന്നരുത്, നമുക്കൊരു സിംഗിൾ റൂം കിട്ടൂ. വില്ലേജ് ഓഫീസർ അല്ലേ സാറേ, നിങ്ങളൊക്കെ എങ്ങനെ ചോദിച്ചാൽ എങ്ങനെ? അല്ല, ഇത് ഹോട്ടലൊന്നും അല്ലല്ലോ, സ്കൂളല്ലേ. ഇവിടെ ഒരു 10-17 ക്ലാസ് റൂമാണ്. അപ്പൊ അതില് 127 ഫാമിലി ഇപ്പൊ ഇവിടെ വന്നു. അവരൊക്കെ എൻഗേജ്ഡ് ആയിക്കണ്. പേര് ഒന്ന് പറഞ്ഞോളൂ. പേര് എന്റെ പേര് അറിഞ്ഞൂടെ? ഇംഗ്ലീഷില് ആണ് ഡൗട്ട്.
സത്യശീലൻ. സത്യശീലൻ. ഇനീഷ്യലി വി. എത്ര വയസ്സ്? വയസ്സ് 45. ഏത് വാർഡായിരുന്നു നിങ്ങള്? വാർഡ് ഏതേരി? വാർഡ് 3. ജോലി? ജോലി എനിക്ക് അറിയില്ലേ? ജോലി എനിക്ക് അറിയില്ല. വില്ലേജ് ഓഫീസറാണ്. വില്ലേജ് ഓഫീസർ. ഭാര്യന്റെ പേരെന്താ? സുലോചന. എത്ര വയസ്സ്? 35. എന്താ നിനക്ക് സംഭവിക്കാന്നുള്ളത് അറിയില്ല. ഇങ്ങനെയൊക്കെ അനുഭവിക്കാൻ മാത്രം എന്തു തെറ്റാ നമ്മൾ ചെയ്തതെന്ന് എനിക്ക് ഒരെത്തും പിടിയും കിട്ടണില്ല. എന്ത് തെറ്റാ ചെയ്തെന്ന്? തെറ്റേ ചെയ്തിട്ടുള്ളൂ. വെറുപ്പിച്ചിട്ട് കൈമ കൊടുക്കല്ലോ. ഇയാളെ വീടൊന്നും മുങ്ങിയപ്പോ ഒഴുകിപ്പോണം. കണ്ടത്തില് തവള പിടിക്കാൻ വേണം. കാർന്ന് പറഞ്ഞ തല നോക്കി പിടിക്കണേ. ആൾക്കാരിരിക്കുന്ന നോക്കി പോയിക്കോട്ടെ. അവിടെ എന്റെ സാധനം വെച്ചേക്കാണ്. അവിടെ വെക്കാക്കൂല. എന്തേ കിടക്കാൻ ഒരിടം. വില്ലേജ് ഓഫീസിൽ ഒരു അപേക്ഷ കൊടുക്കായിരുന്നില്ലേ? എന്തേ? എന്ത് കാര്യം ഉണ്ടെങ്കിലും പെട്ടെന്ന് നടത്തി തന്നെ ആളാണ് ഇപ്പോഴത്തെ വില്ലേജ് ഓഫീസർ. സാറേ എന്താ സർട്ടിഫിക്കറ്റ്? എന്താ എനിക്ക് വേണ്ടതടൂ? സാറേ 3-4 മാസമായി ഞാൻ നടക്കണ്. എടോ പ്യാരി, തന്നോട് ഞാൻ പറഞ്ഞല്ലേ അത് നടക്കില്ല എന്ന്. നടക്കാത്ത കേസാണെന്ന് പറഞ്ഞില്ലേ ഞാന്? അല്ല സാറ് പറഞ്ഞതെന്ന് വെച്ചാല് മറ്റേ താലൂക്ക് ഓഫീസിലേക്ക് അയച്ചേക്കാണ്. അപ്പൊ വരുമ്പോ തരാന്ന്. എടോ അത് ഇപ്പോഴൊന്നും നടക്കില്ല എന്ന് ഞാൻ തന്നോട് പറഞ്ഞോ? അല്ല സാറേ ഞാൻ എല്ലാ പേപ്പറും താൻ ഇവിടുന്ന് ഇറങ്ങി പോവോ? വോട്ടർ പട്ടികയിലെ ഇത് കൊണ്ടുവരാൻ പറ്റും. കണ്ട 1975 അച്ഛന്റെ അമ്മയൊക്കെ വേണമെന്ന്. അതൊക്കെയും വേണം. റേഷൻ കാർഡ് ഉണ്ട്. റേഷൻ കാർഡ് വേണം. ഇനി എന്താ സാറേ വേണ്ടത്? എന്താ സാറേ? ഹലോ. 5 5000. ശരി ഓക്കെ. 5 സാറേ. ഇനി നടക്കാൻ എനിക്ക് പാടില്ല. മോളുടെ കമ്മല് പറയാൻ വെച്ചാണ്. ഞാൻ വിളിച്ചോളാം. ഞാൻ വിളിച്ചോളാം. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി അല്ലേ? അതെ, അതാണ്. ഇനിയിപ്പോ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പൊ ഇല്ല. കണ്ടോ? അന്റെ മനസ്സിലുണ്ടോ? എനിക്ക് ചെറുതുണ്ട്. ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് കളയണം. ഞാൻ ഒന്നും പാടില്ല. ഇവിടെ അങ്ങനെ കളക്ടർ ഒന്നോ വില്ലേജ് ഓഫീസർ ഒന്നൊന്നുമില്ല. എല്ലാവർക്കും ഒരേ സാധനമാണ്. നിങ്ങളിപ്പോ എവിടെയെങ്കിലൊക്കെ കൂടിക്കോളി. ആയിക്കോട്ടെ. എവിടെയും എങ്ങനെയാണ് വണ്ടുവിന്റെ ടെക്നോളജി കെട്ടിയിട്ടിരിക്കണില്ലല്ലോ. ഒന്നാമത്തെ പരിചയമുള്ളത് ചെയ്താൽ എന്തിന് ഈ ആവശ്യമില്ലാത്ത കിട്ടിയതല്ലേ? അവിടെ ഇരുന്നോ. അയ്യോ അതെ, അമ്മമാരെ ചേച്ചിമാരെ ഒരു 10 ഉറുപ്പ്യ തോതിൽ എല്ലാരും എടുക്കി ബാഗിന്. അതിവിടെ ക്യാമ്പിൽ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. 10 ഉറുപ്പ്യ തോതിൽ. 10 ഉറുപ്പ്യല്ലേ ചോദിക്കാനുള്ളൂ, 100 ചോദിക്കില്ലല്ലോ. ഇവിടെ